ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ജീവനവും ജീവിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നമുക്ക് ഇപ്രകാരം ഇങ്ങനൊരു അവസരം കൂടെ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവനവും ജീവിതത്തിൻ്റെ 217 സെഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇന്ന് നമ്മെ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞ് സഹായിക്കുന്നത് ചെന്നൈയിൽ താമസിച്ച് അവിടുത്തെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന രാജു അബ്രഹാം സാറിനാണ്. സാറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത് ദൈവകേന്ദ്രീകൃതമായിരിക്കുന്ന ലോകവീക്ഷണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, എത്രമാത്രം നമ്മളുടെ ജീവിതത്തിൽ അത് ഭാഗമായി തീർന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ദൈവവചന സത്യങ്ങളാണ്. ലോകവീക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, പക്ഷേ അതിനെ നമ്മൾ എത്രമാത്രം നമ്മളുടെ പ്രവൃത്തി തലത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പച്ചയായിട്ട് ലോകവീക്ഷണം എങ്ങനെ സ്വാധീനിക്കുന്നു, എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. എങ്ങനെയാണ് ഈ ലോകവീക്ഷണം നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? എന്തൊക്കെ ലോകവീക്ഷണങ്ങളാണ് നമ്മളായിരിക്കുന്ന ഈ ചുറ്റുപാടിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല ലോകവീക്ഷണങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് അറിയാതെ കടന്നു പോകുന്നതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷെ അത് ഇന്ന ലോകവീക്ഷണത്തിൻ്റെ സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കാം. ദൈവവചനത്തിൽ ഒരു വാക്യം ഞാൻ അതിൻ്റെ പ്രാരംഭമായിട്ട് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ള, ക്രിസ്തുവിന് ചേരുന്നതായിരിക്കുന്ന ഒരു തത്വജ്ഞാനവും ആ ഒരു ലോകവീക്ഷണവും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിനായിട്ട് സഹായിക്കട്ടെ. എല്ലാവർക്കും മാലയ വണക്കം. നമുക്കൊരു പ്രത്യേകമായുള്ളൊരു വിഷയമാണ് ദൈവകേന്ദ്രീകരമായ ലോകവീക്ഷണം നമ്മളെ എത്രമാത്രം സ്വാംശീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കുറച്ച് സമയമെടുത്തു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണെന്ന് തോന്നുന്നു. എ തിയോസെൻട്രിക് വേൾഡ് വ്യൂ ആൻഡ് ഹൗ മച്ച് വി ഹാവ് അസിമിലേറ്റഡ് ഇറ്റ്. എത്രമാത്രം നമ്മളത് അംഗീകരിച്ചു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു എന്നുള്ള ഒരു വിഷയമാണ്. നമുക്ക് ഒരു പുതിയ വിഷയമാണ് എങ്കിലും നമുക്ക് ഒരുമിച്ച് അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഈ മുമ്പുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ഇങ്ങനൊരു ലോകവീക്ഷണം പ്രാധാന്യം അർഹിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. പിന്നെ കുറച്ച് സമയം കൊണ്ട് വിവിധ തരത്തിലുള്ള ലോകവീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഒരു ജുഡിയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ തീരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും നമ്മൾ നോക്കി അവർക്ക് എന്തെങ്കിലും ലോകവീക്ഷണമുള്ളവരാണ്. ഏതെങ്കിലും ഫിലോസഫിയാണ് അവരെ നയിക്കുന്നത്. അവരറിഞ്ഞോ അറിയാതെയോ അവരെ നയിക്കുന്ന കാര്യമാണ് ലോകവീക്ഷണം. ജോഷി വായിച്ച ഭാഗമുണ്ട് കൊലോസ്യ 2:8. അവിടെ ഫിലോസഫി അല്ലെങ്കിൽ തത്വജ്ഞാനം എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുന്നു. ഫിലോസഫി എന്നുള്ള വാക്ക് അതിൽ തന്നെ ഒരു നെഗറ്റീവായുള്ള വാക്കല്ല, അല്ലേ? ഒരു ജ്ഞാനത്തിൻ്റെ ഒരു അറിവിൻ്റെ ഒരു മേഖലയ്ക്കാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത്. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയിൽ വളരെ അറിവുള്ള ഒരാൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഫിലോസഫി എന്ന വാക്ക് എന്ന് പറയുന്നത് ജ്ഞാനം എന്നാണ്. അത് അതിൽ തന്നെ തെറ്റുള്ളതല്ല. പക്ഷെ എന്നാൽ ജ്ഞാനം അല്ലെങ്കിൽ തത്വജ്ഞാനം തെറ്റായ രീതിയിൽ പോകാം എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ അവിടെ പറയുന്ന കാര്യം. നമുക്കതിലേക്ക് പിന്നീട് വരാം.
അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ഫിലോസഫി അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു കാര്യം. അതൊരു ലെൻസ് പോലെ, അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെ ആണ് അവരുടെ ജീവിതത്തിൽ. അതിലൂടെയാണ് അവർ ലോകത്തെ കാണുന്നത്. അവർ കേൾക്കുന്ന വർത്തമാനങ്ങളും അവർ കാണുന്ന കാര്യങ്ങളും എല്ലാം ആ കണ്ണാടിയിലൂടെയാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന പോലെയാണ്. തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം കാണുന്ന ഒരു കണ്ണാടിയാണ് ഒരു മനുഷ്യൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലോകവീക്ഷണവും പലതരത്തിലുള്ള ആളുകളും നമുക്കറിയാം ഭൂമിയിലുണ്ട്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ലോകത്തുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക്, അതായത് കാര്യങ്ങളെല്ലാം നന്നാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. നിരീശ്വരവാദികളുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. ലോകത്തിലെ ആളുകൾ പലതരത്തിലുള്ള മനുഷ്യരാണ്. അവർക്കെല്ലാം അവരുടേതായ വീക്ഷണമുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഒരു പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി അതിനെക്കുറിച്ച് വളരെ അതിശയമുള്ളവനാണ്. ഒരു പെൺകുട്ടി കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും തലയുടെ മുടിയിൽ ചൂടാനാണ് ശ്രമിക്കുന്നത്. ഒരു കവിക്ക് കിട്ടിയാലോ, കുമാരനാശാനെ പോലുള്ള കവിയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കവിത ചൊല്ലും. ഒരു ശാസ്ത്രജ്ഞൻ്റെ കയ്യിൽ കിട്ടിയാൽ അത് കീറി മുറിച്ച് അതിലെ സ്റ്റെമ്മിനെ കുറിച്ചും അതിൻ്റെ പരാഗണത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം അവരുടേതായ വീക്ഷണവും ആശയങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ലോകവീക്ഷണങ്ങളുണ്ട്. അതാണ് അവരെ നയിക്കുകയും അതിലൂടെയാണ് അവർ ലോകത്തിലെ കാര്യങ്ങളെ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഡോക്ടർ വിജയരംഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. IIT നിന്ന് PhD ഒക്കെ എടുത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിലാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ഞാനിങ്ങനെ പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉദാത്തമായൊരു ബന്ധമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഏറ്റവും അടുത്തൊരു ബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഷോക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഉത്തരം എനിക്ക് ഷോക്കായി മാറി. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഡോക്ടറേറ്റുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, എന്നെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പൻ, അത് കഴിഞ്ഞ് എൻ്റെ സഹോദരി സഹോദരന്മാർ, അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ എന്ന് പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീക്ഷണം. കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം അതാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു വീക്ഷണമുണ്ട്. അത് അവരുടെ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ലോകവീക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ചൊരു വിശദീകരണം. എ വേൾഡ് വ്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഓവറോൾ വേ എ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദ വേൾഡ് അറൗണ്ട് ഹിം. താൻ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ലോകത്തെ വ്യാഖ്യാനം ചെയ്യുന്ന ഒരു രീതിക്കാണ്, ആ രീതിക്കാണ് പറയുന്ന പേരാണ് ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ലോകത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെ നാം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ലോകവീക്ഷണം എന്നതിനെക്കുറിച്ച് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഒരു പ്രാധാന്യമുള്ളതായിരിക്കും എന്നുള്ള കാര്യം അടുത്ത് നമുക്ക് പറയാനായിട്ട് ശ്രമിക്കാം. അതിനും ഞാനൊരു ഉദാഹരണം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിനിലേക്ക് വന്ന ഒരു മനുഷ്യനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചില ക്രിസ്തീയ വിശ്വാസികളുടെ കൂടെ കുറെ കാലം ജീവിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു വലിയ വൃത്തം ഉണ്ടെന്നിരിക്കട്ടെ. ആ വൃത്തത്തിൻ്റെ മധ്യത്തിലൊരു ബിന്ദു ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, ഒരു സർക്കിൾ ആൻഡ് എ പോയിന്റ്. അപ്പോൾ ഞാൻ ഇസ്ലാമിൽ നിന്ന് വന്നപ്പോൾ, അല്ലെ ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം അനുസരിച്ച് നോക്കുമ്പോൾ, ആ സർക്കിൾ, ആ വലിയ വൃത്തമാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ വൃത്തത്തിൻ്റെ നടുവിലുള്ള ബിന്ദുവാണ് തൻ്റെ ജീവിതം. എന്നാൽ പലപ്പോഴും ഞാൻ ക്രിസ്തീയ വിശ്വാസികൾ നോക്കുമ്പോൾ നേരെ തിരിച്ചാണ് കാണുന്നത് പറഞ്ഞു. ഒരു വിശ്വാസം എന്ന് പറയുന്നവരുടെ വൃത്തത്തിൻ്റെ നടുവിലൊരു ബിന്ദുവാണ്, ജീവിതം എന്ന് പറയുന്ന ആ വൃത്തമാണ്. എൻ്റെ അർത്ഥം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതമാണ് പലപ്പോഴും വലിയത് എന്നുള്ളതാണ്. അദ്ദേഹം ക്രിസ്തീയതയിലെ ഷാലോനസ് ആണ് അതിൻ്റെ ആഴമില്ലായ്മ പറഞ്ഞൊരു ഉദാഹരണം അതാണ്. പലപ്പോഴും നമുക്കും അതാണ്. വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബിന്ദു പോലെയാണ്. അതിലെവിടെയോ കിടക്കുന്ന ഒരു ബിന്ദു. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ക്രിസ്തീയ ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നം പലപ്പോഴും തോന്നാറുണ്ട്. വിശ്വാസം ജീവിതത്തിൻ്റെ എവിടെയോ കിടക്കുന്ന ഒരു ബിന്ദുവാണ്. അതിന് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമില്ല. ഞായറാഴ്ച ആണ് അവരുടെ വിശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ഞായറാഴ്ചയോട് ബന്ധപ്പെട്ടാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഒരു ഡൈക്കോട്ടമി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച്. ജീവിതവും വിശ്വാസവും രണ്ടായിട്ട് പോകുന്നു.
ഞായറാഴ്ച അവർക്കൊരു ഹോളിഡേ ആണ്, അല്ലെങ്കിൽ വിശുദ്ധ ദിവസമാണ്. മറ്റു ദിവസങ്ങളെല്ലാം ഒരു സെക്യുലർ ഡേ ആണ്. സീക്രട്ട് ഡേ ആൻഡ് സെക്യുലർ ഡേയ്സ്. അപ്പം അങ്ങനെ ഒരു ഡൈക്കോട്ടമിയാണ് പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഗോഡ്സ് വേൾഡ് ആൻഡ് ഗോഡ്സ് വേർഡ്, അത് രണ്ടും രണ്ട് വ്യത്യാസമാണ്. ജോൺ വെസ്ലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗോഡ്സ് വേൾഡ് മസ്റ്റ് ബി വ്യൂഡ് ത്രൂ ഗോഡ്സ് വേർഡ്. ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം ഇതാണ്, ഗോഡ്സ് വേൾഡ് ആൻഡ് ഗോഡ്സ് വേർഡ് അതിലെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ലോകവും ഒരുമിച്ച് പോകേണ്ട കാര്യമാണ്. ഈ ലോകം എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് വേൾഡാണ്, സെക്യുലർ വേൾഡ് അല്ല നമ്മൾ പറയുന്നത്. ദൈവം സൃഷ്ടിച്ച, അപ്പോൾ ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസികളുടെ അയാളുടെ വീക്ഷണവും അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവം സൃഷ്ടിച്ച വളരെ വിശുദ്ധമായൊരു ലോകം, ഈ ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കോണിൽ വീക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ജോൺ വെസ്ലി പറഞ്ഞ വാക്യം ഞാൻ അതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ പരതി, പക്ഷേ അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ കിട്ടിയില്ല. വേറെ സ്റ്റേറ്റ്മെൻറ്റ് സിൻഡി ജേക്കബ്, അതൊരു കരിസ്മാറ്റിക് പ്രീച്ചറാണ്, അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇറ്റ്സ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ടു റീഡ് ഗോഡ്സ് വേർഡ് ബട്ട് ടു ഇൻ്റർപ്രറ്റ് ഗോഡ്സ് വേർഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണേണ്ടി വരുന്നത്. നമ്മുടെ വിഷയം അതാണ്, നമുക്ക് മുമ്പോട്ട് പോകാം. ലോകത്ത് പലതരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്, ദൈവത്തെക്കുറിച്ചും മനുഷ്യയെക്കുറിച്ചും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം മനുഷ്യർക്ക് പല വീക്ഷണങ്ങളുണ്ട്. ദൈവം ആരാണ്, ദൈവം ഉണ്ടോ, ദൈവത്തെ നമുക്ക് എങ്ങനെ അറിയാം, ദൈവം എല്ലായിടത്തുമുണ്ട്, ഗോഡ് ഈസ് എവരിവെയർ, എല്ലാത്തിലും ദൈവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാ വഴികളും ദൈവത്തെങ്കിലേക്കാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നൊരു വലിയൊരു അറിവിലൂടെ, സുപ്രീം നോളജിലൂടെയാണ് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അനേകം തരത്തിലുള്ള ആശയങ്ങളും രൂപങ്ങളുള്ള ഒരു ലോകത്താണ് വീക്ഷിക്കുന്നത്. വിവിധ തരത്തിലുള്ള ആശയങ്ങളെക്കുറിച്ച്, ലോകത്തുള്ള ആശയങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ സ്ലൈഡ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ്. ഏതോ പുസ്തകത്തിൽ നിന്നോ ഏതോ നോട്ടിൽ നിന്ന് എനിക്ക് കിട്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അതിങ്ങനെ പോകുന്നു. ലോകത്തിലെ മനുഷ്യരെ മൂന്നായിട്ട് പൊതുവെ തിരിക്കാം. ഒന്ന്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പിന്നെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, പിന്നെ അനേക ദൈവങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഗ്രീസിലൊക്കെ ആണെങ്കിലും അനേക ദൈവങ്ങളെ വിശ്വസിക്കുന്നവരായിരുന്നു. എന്നാൽ ഗ്രീസിൽ വളരെ വ്യത്യാസം വന്നു. നമുക്കറിയാം, ബൈബിളിൻ്റെ കാലത്തെല്ലാം അനേക ദൈവങ്ങളെക്കുറിച്ച് അവർ വിശ്വസിച്ചവരാണ്. സൂര്യൻ്റെ ദൈവത്തെക്കുറിച്ച്, ചന്ദ്രദൈവത്തെക്കുറിച്ച് വിശ്വസിച്ചവരാണ്. സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ എന്നൊക്കെ വിശ്വസിച്ചവരാണ്. പക്ഷെ അതിനൊക്കെ അവിടെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും അനേക ദൈവങ്ങൾ വിശ്വസിക്കുന്നവരായ ആളുകളാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എത്തീസ്റ്റുകൾ അല്ലെങ്കിൽ നാസ്തികർ എന്ന് പറയും. പിന്നെ ചില ആളുകൾ ആഗ്നോസ്റ്റുകൾ എന്ന് പറയും. ആഗ്നോസ്റ്റുകൾ പറയുന്നത് ദൈവം ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ അറിയാനായിട്ട് കഴിയുകയുമില്ല. മനുഷ്യൻ്റെ കഴിവനുസരിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സൗകര്യമാണ്, അല്ലേ? ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ബെട്രാൻഡ് റസ്സലിനെ പോലുള്ള ഒരാൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നിങ്ങളെ അയാളോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചാൽ നീ എന്ത് ഉത്തരം പറയുമെന്ന് ചോദിച്ചപ്പോൾ റസ്സൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, നോ ഗോഡ് നോട്ട് ഇനഫ് പ്രൂഫ് എന്ന് പറയും. ഇല്ല ദൈവമേ, നീ എനിക്ക് ആവശ്യത്തിന് തെളിവ് തന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ നമുക്കറിയാം, ദൈവം ആവശ്യത്തിന് തെളിവുകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തെ അറിയുവാനും ദൈവത്തിലേക്ക് അന്വേഷിപ്പാനുള്ള എല്ലാ വഴികളും ദൈവം ഇന്ന് മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം എല്ലാം തർപ്പിച്ച് പറയുന്നവരെയാണ് നാസ്തികർ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയുള്ളവരെ കുറിച്ച് ബൈബിൾ തന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർക്ക് തൻ്റെ വഷളത്വം പ്രവർത്തിച്ച് അവരുടെ വഴിയോടെ പോകുമെന്ന് പറയുന്നു. പലപ്പോഴും ആളുകൾ ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വഴിയെ പോകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു ഗ്രൂപ്പ്. അനേക ദൈവങ്ങൾ എന്ന് പറയുന്നവരാണ് വേറെ രൂപം. ഫൈനൈറ്റ്, അല്ലെ, പോളിത്തീസ് എന്ന് പറയും. അനേക ദൈവങ്ങൾ ഭൂമിയിലുണ്ടെന്ന് പറയും. അനേകമായുള്ള ചെറിയ ചെറിയ കുട്ടി കുട്ടി ദൈവങ്ങളെ അവർ ആരാധിക്കുന്നു. എന്നാൽ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരായുള്ള ആളുകളാണ് ഭൂമിയിൽ ധാരാളം ഉള്ളത്. പക്ഷെ അതിൽ തന്നെ പല പല രീതിയിലുള്ളവരുണ്ട്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ഒരു നിത്യനായുള്ള, സകലത്തെയും സൃഷ്ടിച്ചവനായുള്ള ഉന്നതനായിട്ടുള്ള ഒരു ദൈവം, അതിനെക്കുറിച്ച് പറയുന്നവരാണ് ക്രിസ്തീയ വിശ്വാസികളും അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളും യഹൂദ മതവിശ്വാസികളും എല്ലാം. ഒരു ദൈവം, ഉന്നതനായിട്ടുള്ള ദൈവം, ഈ ലോകത്തിൽ നിന്ന് അകന്നവൻ, ഈ ലോകത്തിൽ നിന്ന് ഉയർന്നവനായിട്ടുള്ള ഒരു ദൈവം, അവരെക്കുറിച്ച് തീസ്റ്റുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ദൈവത്തിൽ, ഏകദൈവത്തിലുള്ള വിശ്വാസം ഉള്ളവരായിട്ട് അവരിയ്ക്കുന്നു. എന്നാൽ അവരിൽ തന്നെ വേറൊരു വിഭാഗമുണ്ട്,
ഡീയിസ്റ്റുകൾ എന്ന് പറയും. എന്താണ് മലയാള വാക്ക് എനിക്കറിയില്ല. ഡീസ് എന്ന് പറഞ്ഞാൽ 17ഉം 18ഉം നൂറ്റാണ്ടുകൾ വന്നതാണ്. മനുഷ്യൻ നമുക്ക് അറിയാം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ വലിയൊരു ഉണർവുണ്ടായി. ബൈബിളിലേക്കും ദൈവത്തിൻ്റെ സത്യങ്ങളിലേക്കും ആളുകൾ വന്നു. അതിൻ്റെ ഫലമായി ശാസ്ത്രീയ വിപ്ലവം ഉണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാം. മനുഷ്യൻ ചിന്തിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ശാസ്ത്രീയ ചിന്ത എല്ലാം മനുഷ്യനിലേക്ക് വന്നു. വ്യാവസായിക വിപ്ലവം ഉണ്ടായി, അനേക യൂണിവേഴ്സിറ്റികളുണ്ടായി. പക്ഷെ അതോടൊപ്പം മനുഷ്യൻ്റെ റീസണിങ് അല്ലെങ്കിൽ ചിന്താശക്തി വളരെ വർദ്ധിച്ചു. ചിന്തിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ആളുകൾ ചിന്തിച്ചു, ഒരു ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച് അങ്ങനെ വിട്ടേക്കാണ്, എന്തുകൊണ്ടാണ് ലോകത്ത് പാപവും തിന്മയും ഇങ്ങനെ പെരുകിയിരിക്കുന്നത്? അതിന് ഉത്തരവ് അവർക്ക് കിട്ടാനായിട്ട് കഴിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തിന് അത് കഴിവില്ല, പാപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ പാപത്തെ ഇതിന്മേലൊന്നും ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവരൊരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ച് അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഒരു ക്ലോക്ക് വൈൻഡ് ചെയ്തിട്ട് അതിനെ അങ്ങനെ ഓടാനായിട്ട് അനുവദിച്ച പോലെ അങ്ങ് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഭൂമിയിൽ ദൈവത്തിന് ഇന്ന് യാതൊരു സ്വാധീനമില്ല, ദൈവം ഭൂമിയെ നിയന്ത്രിക്കുന്നില്ല. അതുകൊണ്ട് കഷ്ടപ്പാടുകളും തിന്മയും ദുഷ്ടതയും എല്ലാം ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്. അമേരിക്ക സ്ഥാപിച്ച ജെഫേഴ്സനെ പോലുള്ളവരെല്ലാം ഇങ്ങനെയുള്ള വിശ്വാസികളായിരുന്നു. അവരുടെ സ്വാധീനം പിൽക്കാലത്ത് 17, 18, 19 നൂറ്റാണ്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. എന്നാൽ വേറെ ചിലരുണ്ട്, ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവം, ഒരു വലിയവനായ ദൈവമുണ്ട്, പക്ഷെ ആ ദൈവം ഒരു പേഴ്സണലായുള്ള ഒരു വ്യക്തിയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള വിശ്വസിക്കുന്നവരാണ് പാന്തീസ്റ്റുകൾ എന്ന് പറയും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഇന്ത്യയുടെ പ്രസിഡന്റായ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹം ഹിന്ദു ഫിലോസഫിയുടെ ഒരാളായിരുന്നു. അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചത് ദൈവം എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ട്, എല്ലായിടത്തും ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രപഞ്ചം മുഴുവനുണ്ട്, ദൈവമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ് ആളുകൾ ലോകത്തുണ്ട്. അപ്പോൾ പിന്നീട് വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ ദൈവം ഫൈനൈറ്റ് ആണ്. ആ ദൈവം ഒരു വലിയ സർവശക്തനായുള്ള ദൈവമല്ല, ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ കുറഞ്ഞൊരു ദൈവമാണെന്ന് പറയും. ഫൈനൈറ്റ് ഗോഡ്സ് എന്ന് പറയും, പാനന്തീസ് എന്ന് പറയും. പാനന്തീസും പാന്തീസുമുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാന്തീസും ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമാണെന്ന് പറയുന്നു. എന്നാൽ പാനന്തീസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയും ഈ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ള ഒന്നാണ് എന്ന്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, ദൈവം അതിനപ്പുറത്തേക്ക് കിടക്കുന്നു പറയുന്ന ആളുകളെയാണ് പാനന്തീസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തരത്തിൽ പലതരത്തിലുള്ള ആളുകൾ, വിശ്വാസ രീതികളും ഫിലോസഫികളുമാണ് ഈ ലോകത്തുള്ളത്. ഇതിൻ്റെ എല്ലാ സ്വാധീനം പിൽക്കാലത്തെല്ലാം നമുക്കറിയാം, സഭകളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ വിവിധ തരത്തിലുള്ള തത്വജ്ഞാനങ്ങളും എല്ലാം നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. അതെല്ലാം അതിൻ്റെ സഭകളിലേക്കും ക്രിസ്ത്യവിശ്വാസത്തിലേക്കും കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഗ്രീക്ക് ഫിലോസഫിയുടെ വലിയ സ്വാധീനം ആദ്യകാലത്ത് സഭകളിൽ തന്നെ ഉണ്ടായിരുന്നു. ബൈബിൾ എഴുതപ്പെട്ട കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. നോസ്റ്റിസം പോലെയുള്ള ജ്ഞാനവാദം പോലെയുള്ള തത്വജ്ഞാനങ്ങൾ പതിയെ സഭകളിലേക്ക് കടന്നു വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടുകളിലും പിശാച് പല രീതിയിലും തൻ്റെ ദൈവത്തിൻ്റെ പരിപാടികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ തകർക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ആശയങ്ങൾ സഭകളിലേക്ക് കടത്തി വിട്ടു. അത് വിശ്വാസികളെയും സഭകളെയൊക്കെ സ്വാധീനിച്ചു. പിൽക്കാലത്ത് നമുക്കറിയാം അനേക ചർച്ച് കൗൺസിൽസ് എല്ലാം കൂടേണ്ട വന്നു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിനെതിരെ, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിനെതിരെ എല്ലാം ഉള്ള ചർച്ച് കൗൺസിൽസ് പലപ്പോഴും ഉണ്ടായിരുന്നു. AD 325 മുതൽ നൈസിയൻ കൗൺസിൽ മുതൽ പിന്നീട് എങ്ങനെയുള്ള ധാരാളം ഇതിനെല്ലാം എതിർത്ത് നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള അനേക ഉപദേശങ്ങളും പാഷാണ്ഡ മതങ്ങളും എല്ലാം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇതാണ്. അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇത് പല രീതിയിലും ഇന്നും നമ്മളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ട്, നമ്മുടെ സഭകളിലും കടന്നു വരാം. നമ്മുടെ ആശയങ്ങളെല്ലാം കുറെ കഴിയുമ്പോൾ മാറാം. നമുക്കും ചില തരത്തിൽ തത്വജ്ഞാനങ്ങളും ആശയങ്ങളും നമ്മളെ കടന്നു വന്ന് നമ്മളെ മാറ്റാം. ഇതൊരു സംഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഒരു സമയമില്ല. പല ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. തുടങ്ങിയത് തോമസ് എക്സ്ലി പോലെയുള്ളവരാണ് ആഗ്നോസ്റ്റിസം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോർമോണിസ്റ്റുകളും ഹിന്ദുമതം എല്ലാം ആണ് പോളിതീസം അല്ലെങ്കിൽ പാന്തീസം എല്ലാം പ്രചരിപ്പിക്കുന്നവർ. ഓക്കെ, അതുപോലെ തന്നെ പാനന്തീസം, ഗോഡ് ഈസ് ഇൻ ദ വേൾഡ് ബട്ട് ബിയോണ്ട് ദ വേൾഡ്. ലോകത്തിന് ഉപരിയാണ്, പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. പക്ഷെ അവർ വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ സർവശക്തനായിട്ടുള്ള ബൈബിളിലെ ദൈവത്തെക്കുറിച്ചല്ല ഇവരൊന്നും പറയുന്നത് എന്നുള്ളതാണ്. ശരി, എന്താണ് ജുഡിയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ അല്ലെങ്കിൽ യഹൂദ ക്രിസ്തീയ വിശ്വാസം? വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാൻ കാരണം, അത് വളരെ വ്യത്യാസമുള്ളതാണെന്ന് പറയാൻ, അല്ലെങ്കിൽ വളരെ ഉന്നതമാണെന്ന് പറയാൻ എന്താ കാരണം എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യങ്ങൾ. അതിൽ അടിസ്ഥാനപരമായ ചില സത്യങ്ങളുണ്ട്. ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ലോകത്തിലെ ഏത് മനുഷ്യനും അല്ലെങ്കിൽ ഏത് ജനതയ്ക്കും ഏത് സമൂഹത്തിനും ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. മോശ ആ മരുഭൂമിയിൽ 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ ഈ ലോകത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള വളരെ ശക്തമായുള്ള ചില ഫിലോസഫികളാണ് താൻ പറഞ്ഞ ഒരു വേൾഡ് വ്യൂ തന്നെയാണ് പറഞ്ഞു വന്നത്. ഈ ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ചില പ്രമാണങ്ങളാണ് ഈ ചില വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ബൈബിൾ ആദ്യമായിട്ട് തൻ്റെ ചുരുളുകളിൽ എഴുതുമ്പോൾ ഈ ലോകത്തെ സ്വാധീനിക്കുന്ന ചില അടിസ്ഥാന തത്വശാസ്ത്രങ്ങളാണ് അല്ലെങ്കിൽ വേൾഡ് വ്യൂ ആണ് മോശ ഈ ലോകത്തിന് പ്രസന്റ് ചെയ്യുന്നുള്ളതാണ്. ദെൻ ഗോഡ് സെഡ്, അല്ലേ? ഞാൻ മലയാളത്തിന് വായിക്കാം. ആ 1:26 ഞാൻ വായിക്കുന്നു. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യൻ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗത്തിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഗോഡ് സെഡ്, ദൈവം കൽപ്പിച്ചു എന്നൊക്കെ നാം വായിക്കുന്നു. ബൈബിൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വെളിപാടുകളാണ്. അത്യുന്നതനായ ദൈവം മനുഷ്യരോട് സംസാരിച്ചു എന്നുള്ളതാണ് ബൈബിൾ. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും എല്ലാം ദൈവത്തോടുള്ള അന്വേഷണമാണ്. ദൈവത്തെ കണ്ടെത്താനുള്ള മനുഷ്യ ശ്രമങ്ങളെക്കുറിച്ചുള്ളതാണ് പുസ്തകങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം. അവർ അനേക നല്ല പ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ചും നന്നായിട്ട് ജീവിക്കേണ്ടതിനെക്കുറിച്ചും മനുഷ്യ ആഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം എഴുതിയാണ്. എന്നാൽ ബൈബിളിൻ്റെ നിസ്തുലത എന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ ഫ്രം ഗോഡ് ടു മാൻ. ദൈവത്തിൽ നിന്ന് മനുഷ്യരോടുള്ള ഒരു വെളിപാടാണെന്നുള്ളതാണ്. അതെത്ര ചരിത്രപരമായിട്ട് എത്ര സത്യമാണ്, ശാസ്ത്രീയമായിട്ട് സത്യമാണ്. അതിലെ ഭൂമിശാസ്ത്രവും എല്ലാം എത്ര സത്യസന്ധമാണ്, അതിലെ കൈയെഴുത്ത് പ്രവൃത്തികൾ എത്ര വിശ്വസനീയമാണ് എന്നുള്ള കാര്യമാണ്. ആദ്യം മുതൽ അവസാനം വരെ എന്തോ ഒരു തിമാറ്റിക് ആയിട്ടുള്ള വിഷയപരമായിട്ടുള്ളൊരു ഐക്യതയാണ് ആ പുസ്തകത്തിലുള്ളത്. ഒരു കോൺട്രഡിക്ഷൻ ഇല്ലാതെ എഴുതിയൊരു പുസ്തകമാണ്. ഒരു നിസ്തുലത അതാണ് ജുഡിയോ ക്രിസ്ത്യൻ റെവലേഷൻ. അതിൻ്റെ ഒരു നിസ്തുലത അതാണ്. ബൈബിൾ നിസ്തുലമായൊരു പുസ്തകമാണ്. അതിനെ നാം എങ്ങനെയാണ് സ്വാംശീകരിക്കേണ്ടതിനെ കുറിച്ച് വാക്കുകൂടെ ഞാൻ പറയട്ടെ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഓർക്കുന്നു, പലതും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൈബിളിനെ കൈയ്യടി പിടിക്കേണ്ടത്, അതിനെ വായിക്കണം, കേൾക്കണം, പഠിക്കണം, മനപ്പാഠം പഠിക്കണം എന്നെല്ലാം അതിന് മെഡിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻറ് ഗ്രൂപ്പിലെല്ലാം 5 വിരലിങ്ങനെ ഉയർത്തി ഞങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. റീഡ് ഇറ്റ്, സ്റ്റഡി ഇറ്റ്, മെഡിറ്റേറ്റ് ഇറ്റ്, മെമ്മറൈസ് ഇറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പം നമ്മൾ സ്വാംശീകരിക്കുന്ന ഈ ലോകവീക്ഷണം നമ്മൾ സ്വാംശീകരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ബൈബിളിനോട് നമ്മുടെ മനോഭാവം മാറണം എന്നുള്ളതാണ്. ബൈബിൾ സ്ഥലമായൊരു ഗ്രന്ഥമാണ്, വിശ്വസിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്. അതിനെ നമ്മൾ ആശ്രയിക്കുകയും അതിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതൊരു മനുഷ്യരുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ മാറ്റുന്ന ഒരു പുസ്തകമാണ്. ലോകത്തിൻ്റെ ഏത് സംസ്കാരത്തിലും അല്ലെങ്കിൽ ഏത് ഭാഗത്തും അതെത്തിയെങ്കിൽ അതവർ മാറ്റി എന്നുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പോയി. അവിടെ ചിറാപുഞ്ചിയിൽ നിൽക്കുമ്പോൾ, വലിയ കുന്നിൻ്റെ ചെരുവിൽ നിൽക്കുമ്പോൾ, തോമസ് എന്ന് പറഞ്ഞൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അനേക വർഷങ്ങളായിട്ട് അവിടെ സുവിശേഷ പ്രവർത്തനത്തിൽ വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്: അങ്ങ് ദൂരെ താഴ്വരയിലേക്ക് നോക്കുക, ബംഗ്ലാദേശിൻ്റെ പ്രദേശങ്ങളാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാർ ഈ കാടിലൂടെ നടന്ന് ഈ മല കയറിയാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. അന്ന് അവർ വരുമ്പോൾ അവർക്ക് തിരിച്ചു പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. കഴുത്തിന് ചുറ്റും തലയോട്ടികൾ മാലയായിട്ട് അണിഞ്ഞിരിക്കുന്ന മനുഷ്യരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പുസ്തകം ഇവിടെ വന്ന്, ഈ പുസ്തകം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ഓർക്കുന്നു. ആ ചിറാപുഞ്ചിയിൽ മലയുടെ മുകളിൽ നിന്ന് ബംഗ്ലാദേശിലെ ആ പ്രദേശങ്ങൾ, ആ താഴ്വര പ്രദേശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്: ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ പുസ്തകം എത്തിയോ അത് അവരെ സ്വാധീനിക്കുകയും അവരെ മാറ്റുകയും ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഹൃദയങ്ങളെയും മാറ്റേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. അത് ഒന്നാമതായിട്ട് നമുക്ക് അടുത്തൊരു കാര്യം, ഈ വാക്യങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം, ലെറ്റസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ്. നാം നമ്മുടെ സ്വരൂപത്തിൽ ഒരു സാദൃശ്യപ്രകാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബൈബിൾ വെളിപ്പെടുന്ന ഒരു ദൈവം ത്രിയേക ദൈവമാണ് എന്നുള്ള കാര്യമാണ്. തൃത്വത്തിൻ്റെ ആദ്യമായിട്ടുള്ളൊരു ഒരു റെഫറൻസ് ഇതായിരിക്കണം. ദൈവം എന്നുള്ള വാക്കെല്ലാം ഒരു കോമ്പൗണ്ട് നെയിമാണ്, പ്ലൂറൽ വാക്കാണെന്നുള്ള കാര്യം ഇബ്രായ ഭാഷ പഠിച്ചുള്ളവർക്ക് അറിയാവുന്നതാണ്. ത്രിയേകനായിട്ടുള്ള ദൈവം എന്നുള്ളതാണ് ഒരു നിസ്തുലമായിട്ടൊരു വെളിപ്പാടാണ് ബൈബിൾ നമ്മൾ വെളിപ്പെടുത്തുന്നത്, ഒരു ക്രിസ്ത്യൻ വേൾഡ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? എന്താണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത്? ലോകത്തിലെ എല്ലാ മതങ്ങളും ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ യഹൂദ മതമാണെങ്കിൽ ഇസ്ലാം, അതെല്ലാം ഏകദൈവത്തെക്കുറിച്ച് പറയുന്നവരാണ്. അവർ സത്യത്തോട് വളരെ അടുത്താണ്, പക്ഷെ എന്നാൽ സത്യത്തിൽ നിന്ന് വളരെ അകലെയുമാണ്. ബൈബിളാണ് ഒരു ത്രിയേക ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അത് വളരെ അടിസ്ഥാനപരമായിരിക്കാനാണ്. മനുഷ്യൻ്റെ എല്ലാ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസും, മനുഷ്യൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിവുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു റെവലേഷനാണ് ദൈവത്തെക്കുറിച്ച് ബൈബിൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദൈവം നിത്യമായിട്ട് 3 വ്യക്തിത്വങ്ങളിൽ വസിച്ചിരുന്നു എന്നുള്ള കാര്യം, സ്നേഹത്തിലും ഐക്യത്തിലും വസിച്ചിരുന്ന ഒരു വലിയൊരു കുടുംബമായിരുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനുണ്ട്. ഏകനായ ദൈവം 3 വ്യക്തിത്വങ്ങളിൽ നിത്യമായിട്ട് വസിച്ചു എന്നുള്ള കാര്യം. അത് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ യോഹന്നാൻ എഴുതുന്ന സുവിശേഷത്തിന്റെ 14 മുതൽ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയൊരു കാര്യം ഇതാണ്: ഞാൻ പരിശുദ്ധാത്മാവിനെ, ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു കംഫോർട്ടറായിട്ട് വരികയും നിങ്ങളൊരു ഹെൽപ്പറായിട്ട് വരികയും ചെയ്യും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മേൽ അയക്കും എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അത് എത്ര വലിയൊരു സത്യമാണ്, പ്രപഞ്ചത്തിലെ ഒരു വലിയ സത്യമാണ്. ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും സഹവർത്തത്തിൻ്റെയും ഒരു ചിത്രമാണ്. ഈ ഭൂമിയുടെ കുടുംബജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും സഭാജീവിതത്തിനും എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം അതാണ്, അല്ലേ? റിലേഷൻഷിപ്പ്, യൂണിറ്റി, അല്ലേ? വ്യക്തിബന്ധങ്ങൾക്കും ഐക്യതയ്ക്ക് എല്ലായിടത്തിനും അടിസ്ഥാനം അതാണ്. കുടുംബജീവിതത്തിൻ്റെ ഐക്യതയുടെ എല്ലാ അടിസ്ഥാനം അതാണ്, അല്ലേ? അതുപോലെ തന്നെ ഭൂമിയുടെ ചട്ടങ്ങളും ഭൂമിയുടെ ക്രമത്തിനും എല്ലാ അടിസ്ഥാനം ഈ ഒരു വലിയ സത്യമാണ്. അത് നമുക്ക് ഓർക്കാം. മൂന്നാമതായിട്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറയാനുള്ള കാര്യം ഇതാണ്: മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യം അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ഇൻ അവർ ഇമേജ്, ഇൻ അവർ ലൈക്ക്നെസ് എന്ന് പറയുന്ന വാക്ക് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. ദൈവം മനുഷ്യ തൻ്റെ സാദൃശ്യ സ്വരൂപത്തിലുമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പല പ്രസംഗങ്ങളോ കേൾക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന വിപ്ലവകരമായ ഒരു വലിയൊരു ആശയമാണത്. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപത്തിലുമാണ്. അതുകൊണ്ട് മനുഷ്യൻ വിലയുണ്ട്. ഇന്ന് ലോകത്തിലെ ഒരു ഫിലോസഫിക്ക് മറ്റൊരു ഫിലോസഫിയെ അല്ലെങ്കിൽ ഒരു മതത്തെ വേറൊരു മതത്തെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അവരെ തല്ലുകയും കൊല്ലുകയും വധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പല മതങ്ങളോ അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങളോ ചെയ്യുന്നത്. ചരിത്രം മുഴുവൻ അതാണ്. പക്ഷേ ക്രിസ്തീയ വിശ്വാസം അതൊരിക്കലും അനുവദിക്കുന്നില്ല. കാരണം ലോകത്തെ എല്ലാ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചവരാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരെയും അംഗീകരിക്കാനും അവരെ ബഹുമാനിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ദേ ആർ ദി ഇമേജ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറയാനുണ്ട്. മനുഷ്യനൊരു ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, ദൈവം വ്യക്തിത്വമുള്ളവനാണ്, അവന് ധാർമ്മിക ചിന്തകളുണ്ട്, അവൻ ആത്മീയ ജീവിയാണ്, അവന് ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട്. അങ്ങനെ അനേക കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ദൈവ മനുഷ്യനെ തൻ്റെ സാദൃശ്യ സ്വരൂപത്തിലും സൃഷ്ടിച്ചുകൊണ്ടാണ്. ലോകത്തിലെ എല്ലാ ഡെവലപ്മെൻറ്റേയും എല്ലാം സൃഷ്ടിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു കാരണമാണ്. മനുഷ്യ ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, അവൻ സൃഷ്ടിക്കുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തൃശ്ശിനാപ്പള്ളിയിൽ ട്രിച്ചിയിൽ പോവുകയാണെങ്കിൽ കാണാം, 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് പണിത കല്ലുകൊണ്ടുള്ള ഒരു ഡാം അവിടെയുണ്ട്. കല്ലണ എന്ന് പറയുന്നത് കാവേരി നദിക്ക് കുറുകെ. ഇന്നും ആ ഡാം അവിടെ നിൽക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ഒരു മകുടമായിട്ട് ആ ഡാം അവിടെ നിൽക്കുകയാണ്. ഒരു ചെറിയൊരു ഡാം, കല്ലുകൊണ്ട് സൃഷ്ടിച്ച, സിമെൻറ്റോ കോൺക്രീറ്റോ ഒന്നും ഇല്ലാത്ത കാലത്ത് സൃഷ്ടിക്കുകയാണ്. ഇന്ന് നമ്മൾ വലിയ ഡാമുകളെല്ലാം പണിയുന്നുണ്ട് ലോകത്തെല്ലായിടത്തും. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പേ രാജരാജ ചോളനാണെന്ന് തോന്നുന്നു, ആരാണെന്ന് ഞാൻ മറന്നുപോയി, അദ്ദേഹം ചെയ്ത ഒരു വലിയ സൃഷ്ടി. അപ്പോൾ എല്ലാം മനുഷ്യൻ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. സൃഷ്ടിയുടെ ഒരു കാര്യം അതാണ്.
മനുഷ്യൻ്റെ വ്യക്തിബന്ധങ്ങളുടെ എല്ലാം കാര്യം ഇതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് കാര്യം. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് വരാനുള്ള ഒരു വലിയ കാര്യം അത് തന്നെയാണ്. മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് കഴിഞ്ഞു. പല ഹിന്ദു മിഥോളജിയും പറയുന്നുണ്ട്, വിഷ്ണു ഒരു മത്സ്യമായിട്ട് തീർന്നു പറയുന്നു, ശിവനും പാർവതിയും ആനയായിട്ട് ജനിച്ചു എന്ന് പറയുന്നു. ബൈബിളിലെ സത്യം അനുസരിച്ച് അതൊന്നും സാധ്യമായുള്ള കാര്യമല്ല. ദൈവത്തിന് അങ്ങനെ ആകാനായിട്ട് കഴിയില്ല. കാരണം ബൈബിളിലെ ദൈവം മനുഷ്യ സ്വരൂപത്തിലാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനായിട്ട് മാത്രമേ ഈ ഭൂമിയിലേക്ക് ജനിക്കാനായിട്ട് കഴിയുള്ളൂ. അതൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു സത്യമാണ്. അതാണ് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യരൂപം എടുത്തുകൊണ്ട് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് എത്ര സത്യമാണെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതോടൊപ്പം പറയേണ്ട കാര്യം ഇതാണ്, മനുഷ്യന് ഒരു മൃഗമായിട്ട് തീരാനായിട്ടും കഴിയുന്നുള്ളതാണ്. ദൈവം മനുഷ്യന് കഴിവ് കൊടുത്തു, അല്ലെങ്കിൽ ബുദ്ധി കൊടുത്തു എന്നുള്ളത് മനുഷ്യൻ എത്രയോ മ്ലേച്ഛമായിട്ട്, എത്രയും മൃഗത്തെക്കാളും മോശമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സത്യങ്ങളെ തിരസ്കരിച്ച് കഴിയുന്ന മനുഷ്യൻ അധപതിച്ച് തീരെ വളരെ മോശമായിട്ട് പോവുകയും ചെയ്യും, അല്ലേ? അങ്ങനെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്തിലുണ്ട്. ആഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളവിടെ പോയപ്പോൾ ഗൈഡ് കാണിച്ചു തന്നു, ഒരു വാളിൽ എഴുതിയൊരു ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതാണ്, ഈസ് ദർ എനി ഗോഡ് ഹിയർ. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പട്ടിണി കൊണ്ടും വിശപ്പ് കൊണ്ടും തണുപ്പ് കൊണ്ടും മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ഒരു മനുഷ്യൻ്റെ അതിൻ്റെ വാതിൽ എഴുതി, ഈസ് ദർ എനി ഗോഡ്, ഒരു ദൈവം ഉണ്ടോ എന്നൊരു ചോദ്യം എഴുതി. പക്ഷെ അടുത്ത നിമിഷം ആ ഗൈഡ് ഞങ്ങൾ കാണിച്ചു, ആ ചിത്രത്തിലേക്ക് നോക്കാനായിട്ട് പറഞ്ഞു. ഒരു ക്രിസ്മസ് ട്രീയുടെ പടം, ഒരു നക്ഷത്രത്തിൻ്റെ പടം, ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ വരച്ച ചിത്രമാണ്. അപ്പോൾ കഷ്ടതയുടെയും തിന്മകളുടെയും ദുഷ്ടതയുടെയും നടുവിലും മനുഷ്യർ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് എന്നുള്ളത് കാര്യം ഗൈഡ് പറയുകയുണ്ടായി. ഒരു ദൈവത്തെക്കുറിച്ച്, ആ ദൈവം ഭൂമിയിൽ ജനിച്ചതിനെക്കുറിച്ച്, ആ ഭൂമിയിൽ മനുഷ്യനായി വന്നതിനെക്കുറിച്ചുള്ള ആ ചിത്രം മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന, ആശ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ലോകം വളരെ മോശമായി കൊണ്ടുപോകുന്ന രോഗമാണെങ്കിലും നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ട് എന്നുള്ളത് ഒരു ബൈബിൾ സത്യങ്ങളാണ്. ഒരു ജുഡിയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വീക്ഷണത്തിന് മാത്രമേ നമുക്ക് നൽകാനായിട്ട് കഴിയുള്ളൂ എന്ന് നമുക്ക് ഓർക്കാം. വേറൊരു കാര്യം ഇതേ വാക്യത്തിന് പറയാനുള്ള കാര്യം ഇതാണ്, പുരുഷ സ്ത്രീ ബന്ധങ്ങളെ കുറിച്ചാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ള കാര്യം, മെയിൽ ആൻഡ് ഫീമെയിൽ, അല്ലേ? അവിടെ മനുഷ്യൻ അവനെ അങ്ങനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഇന്ന് ക്യാമ്പസുകളും ജോലി സ്ഥലങ്ങളിലെല്ലാം ഒരു വലിയ പ്രശ്നമാണ് ബാറ്റിൽ ബിറ്റ്വീൻ സെക്സസ് എന്നുള്ളതാണ്. ആണ് പെണ്ണാകാനും പെണ്ണാണാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ബാറ്റിലിൻ്റെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇതൊരു അടിസ്ഥാന സത്യമാണ്, കുടുംബത്തിൻ്റെ അടിസ്ഥാന സത്യമാണ്, സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ്. മനുഷ്യ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു, അവരൊരുമിച്ച് ചേർന്ന് സമൂഹത്തിൻ്റെ അടിസ്ഥാനമായ കുടുംബജീവിതം പണിയുന്നു. അങ്ങനെ അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവർ അനേക പെരുകി ഭൂമിയെ നിറയണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. ആ സത്യം ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതിനെക്കുറിച്ച് നമുക്കധികം പറയാൻ നമുക്ക് സമയമില്ല. എത്ര മനോഹരമായ സങ്കല്പമാണ് കുടുംബം എന്നുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്നുള്ള കാര്യമാണ്. പിന്നെ നാലാമത് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിൻ്റെ എല്ലാം കാര്യസ്ഥനായിട്ട് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, ഫിൽ ദി എർത്ത് ആൻഡ് സബ്ഡ്യൂ ഇറ്റ്, റൂൾ ഓവർ ദ ഫിഷ്. മനുഷ്യ സകല പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് കൽപ്പിച്ചു എന്ന് പറയും. അതൊരു അടിസ്ഥാനപരമായ സത്യമാണ്, ഒരു യുണീക്കായിട്ടൊരു കാര്യമാണ്. ഈ ഭൂമിയെ നിറഞ്ഞ് വാഴുക എന്നുള്ള കാര്യം. നമ്മളെല്ലാം ഈ ഭൂമിയിലെ കസ്റ്റോഡിയൻ ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല മനുഷ്യനെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. ഇതിനെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക, വളർത്തുക എന്നുള്ളതാണ് കാര്യം. ഇനിയൊരു പുതിയൊരു ലോകം വരാനായിട്ട് പോകുക, ദൈവത്തിൻ്റെ രാജ്യം. പാപം ചെയ്തതെല്ലാം തിന്മയാലും ദുഷ്ടതയാലും നിറഞ്ഞു പോയെങ്കിലും ദൈവം ഈ ഭൂമിയെ വീണ്ടും പുനഃസ്ഥാപിക്കും എന്നുള്ളത് മനോഹരമായൊരു പ്രതീക്ഷയാണ്. അതൊരു ക്രിസ്തീയ വീക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ലീനിയർ വ്യൂ ഉണ്ടെന്നുള്ളതാണ് കാര്യത്തിൽ. അനേക മതങ്ങളിൽ ഒരു സൈക്ലിക് വ്യൂ ആണ്. എല്ലാം പുനർജനിക്കും, അനേക സൈക്കിളായിട്ട് ജനിക്കും, മരിക്കും, പിന്നെ ഇങ്ങനെ പോകുന്നതാണ് പറയുന്നത്. പുനർജന്മത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഈ ലോകത്തിലെ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ബൈബിൾ പഠിക്കുന്നു, ലോക ചരിത്രം മുമ്പോട്ട് പോവുകയാണ്. ഇതിൻ്റെ അവസാനം ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കും. നഷ്ടപ്പെട്ടവരെല്ലാം തിരിച്ചു കൊണ്ടുവരും, തിരിച്ചെല്ലാം പുനഃസ്ഥാപിക്കും. നഷ്ടപ്പെട്ട മഹത്വവും അതിൻ്റെ സൗന്ദര്യവും എല്ലാം പുനഃസ്ഥാപിക്കപ്പെടുമെന്നുള്ള ഒരു സത്യവും ബൈബിളിൻ്റെ ഒരു സത്യമാണ്, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം വളരെ യുണീക്കായിട്ടുള്ള കാര്യമാണ്, ബൈബിളിലെ സത്യങ്ങളാണ്.
അപ്പോൾ ഈ സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു വീക്ഷണമാണ് നമുക്ക് ആവശ്യം. ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നാം എഴുതി ചേർക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ശരി, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സത്യങ്ങളിൽ നാം വ്യതിചലിച്ചാൽ നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്: ഈ നോൺ തിയോസെൻട്രിക് വേൾഡ് വ്യൂ, ലോകത്തിൽ ദൈവത്തിൽ അടിസ്ഥാനമല്ലാത്ത ലോകവീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെതായ നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ പരിണത ഫലങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് കുറച്ച് മുമ്പ് വായിച്ചത്. ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ജോഷു വായിച്ച ആ വാക്യം തന്നെ വീണ്ടും ഞാൻ വായിക്കുകയാണ്. അതെന്താണ് പറയുന്നത്? 2:8 വാക്യം, കൊലോസ്യ ലേഖനം 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തമുള്ളതല്ല. അവനല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണയും ദേഹരൂപമായി വസിക്കുന്നത്. നമുക്കറിയാം ഈ വാക്യമാണ്. ഏതല്ലേ പർദീസയിൽ മനുഷ്യൻ അവൻ്റെ ദൈവത്തോടുള്ള ബന്ധം നശിപ്പിച്ച് കളഞ്ഞെന്ന് നമുക്കറിയാം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച മനുഷ്യൻ ആ ബന്ധമെല്ലാം നഷ്ടപ്പെടുത്തി ലോകത്തിൽ തിന്മയും ദുഷ്ടതയും പാപവും കടന്നു വന്നു. പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ട് സ്വയത്തിൽ ആശ്രയിക്കാൻ നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ ആക്സിസ് ആണ് സംഭവിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം തിന്മയും പാപവും ലോകത്തിൽ അനേക മതങ്ങളും അനേക പ്രമാണങ്ങളും അനേക ലോകവീക്ഷണങ്ങളും ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ നിന്ന് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു ഭാഗമാണ്, ഒരു പുസ്തകമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യയിലെ സഭ ഉണ്ടായിട്ട് ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോസ്തലനായ പൗലോസ് അവിടെ പോയിട്ടില്ല. എഫേസോസിലെ വലിയ നഗരത്തിൽ നിന്ന് ഏകദേശം 100 മൈൽ അകലെയുള്ള ഒരു ചെറുപട്ടണമായ കൊലോസ്യയിൽ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. ഈ സഭയിൽ പോലും ഗ്രീക്ക് ആശയങ്ങൾ 5 വർഷത്തിൽ കടന്നു കയറി എന്നുള്ളത്, ഇറ്റ് മെയ്ഡ് ഇറ്റ് ഇൻറോൾ, അതിലേക്ക് കടന്നു കയറി എന്നുള്ളത് നമ്മയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉൾഗ്രാമത്തിൽ ഒരു സഭയിലേക്ക് ഈ ആശയങ്ങളെല്ലാം കടന്നു ചെന്നു എന്നുള്ളത് നമ്മളെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് എത്ര അതിശയകരമായിട്ട് ലോകത്തിലെ ആശയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാം, അല്ലേ? നമുക്ക് ലോകത്തിലെല്ലാ തരത്തിലുള്ള മീഡിയ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എല്ലാ തരത്തിലുള്ള ആശയങ്ങളും നിമിഷ നേരത്തിൽ നമ്മളിലേക്ക് വരുന്നുള്ളതാണ്. ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫിലോസഫികളും നമ്മെ വലയം ചെയ്തിരിക്കുകയാണ്. അതിൽ നമ്മൾ ബൊമ്പാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ലോകവീക്ഷണം നമുക്ക് ആവശ്യമുള്ളവരാണ്. നമ്മുടെ ലോകവീക്ഷണം ശരിയായ രീതിയിലായിരിക്കേണ്ടത് ആവശ്യമാണ്. ശരിയായ ലോകവീക്ഷണം നമുക്ക് ആവശ്യമാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: തത്വജ്ഞാനയും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നു. ഏതെങ്കിലും പിശാച് ആദമിനെയും അവയെയും വഞ്ചിച്ച പോലെ തന്നെ ലോകത്തിൻ്റെ ഫിലോസഫികളെല്ലാം നമ്മളെ വഞ്ചിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാപ്റ്റീവ് ത്രൂ ദ ഫിലോസഫി ആൻഡ് എംറ്റി ഡിസെപ്ഷൻ. അതൊന്നാമത് എംറ്റി ആണെന്നുള്ള കാര്യം പറഞ്ഞു. ദൈവമില്ലാത്ത ഫിലോസഫികളെല്ലാം എംറ്റിയാണ്. അത് വെറും തത്വജ്ഞാനമാണ്, അത് വെറും വഞ്ചനയാണ്. ലോകത്തിലെ ആശയങ്ങളെല്ലാം അങ്ങനെയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ആശയങ്ങളെല്ലാം ഉണ്ടായത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു മനുഷ്യ സമ്പ്രദായത്തിനൊത്തവണ്ണ കാര്യം അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഹ്യൂമൻ ട്രഡീഷൻസ് ആണ്. മനുഷ്യർ കുറേ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പോരും. അത് കുറേ കഴിയുമ്പോൾ ഒരു ഉപദേശമായിട്ട് മാറും, അല്ലേ? അവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാമാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഫിലോസഫി ആയിട്ട് അല്ലെങ്കിൽ വീക്ഷണമായിട്ട് മാറുന്നത്. നമുക്കും അതുപോലെ തന്നെ സംഭവിക്കാം എന്നുള്ളത്. ലോകത്തിലെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കൊരു ഫിലോസഫിയായി മാറിയെങ്കിൽ നമ്മുടെ സഭാ രീതികൾ നമുക്കൊരു ഫിലോസഫി ആയിട്ട് മാറാം. പലപ്പോഴും സഭാചരിത്രത്തിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ആളുകൾ ചെയ്ത് അതൊരു ഡോക്ടറായിട്ട് മാറും. കർത്താവിൻ്റെ കാലത്തും അത് തന്നെയാണല്ലോ. മനുഷ്യ സമ്പ്രദായങ്ങൾ ഒരു ഉപദേശമായിട്ട് മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് തന്നെയാണ്. മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉപദേശങ്ങളായിട്ട് മാറും. പല സഭകളിലോ അല്ലെങ്കിൽ പല ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവരെന്താ അങ്ങനെ ചെയ്യുന്നു പറയുമ്പോൾ, ഞങ്ങൾ പണ്ടേ മുതൽ ഇങ്ങനെ ചെയ്തതാണ്, അത് ഞങ്ങളുടെ ഒരു രീതിയാണ്, അതാണ് ഞങ്ങളുടെ ഉപദേശം എന്ന് പറയും. അതേ പ്രശ്നമാണ് ഈ കൊലോസ്യയിലെ വിശ്വാസികൾക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. സംഭവിക്കാതിരിക്കുന്ന അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ലീഗലിസം ഉണ്ടായിരുന്നു,
അതിനെക്കുറിച്ചെല്ലാം എന്താ പറയുക, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, അത് ചെയ്യരുത്, അങ്ങനെയുള്ള ചട്ടങ്ങളെല്ലാം വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചില ചട്ടങ്ങളും രീതികളും അവർ കടന്നു വന്നു. പിന്നെ വേറെ ചില പ്രത്യേക ദിവസങ്ങളെ പ്രത്യേകമായിട്ട് കാണുക, ബഹുമാനിക്കുക, ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, ശബത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ഇങ്ങനെയുള്ള രീതികൾ, ആചാരങ്ങൾ, ചിട്ടകൾ എല്ലാം കുറെ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായിട്ട് വന്നു. 5 വർഷം കൊണ്ടാണെന്ന് ഓർക്കണം ഇതെല്ലാം കടന്നു വന്നിരിക്കുന്നത്. നമ്മളെല്ലാം വിശ്വാസിക്കുന്നത് 10, 20, 30, 50 വർഷങ്ങളായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പല തെറ്റായ ഉപദേശങ്ങൾ, രീതികൾ, ആശയങ്ങൾ നമ്മളെ ഇപ്പോൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് അവരുടെ വലിയ പ്രശ്നമായിരുന്നു. ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ്, നമുക്കൊരു പ്രശ്നമാണ്. ഞായറാഴ്ച സഭയിൽ പോകുന്നു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ കർത്തൃവേശം ഞാൻ പങ്കിടുന്നു, അല്ലെങ്കിൽ ചില പെർഫോമൻസ് ബേസ്ഡ് ആയ ചില കാര്യങ്ങൾ നമുക്ക് തൃപ്തി തരും. എല്ലാ ആഴ്ചയും ഞാൻ സുവിശേഷ പ്രവർത്തനം പോകുന്നു. ഇതെല്ലാം നമ്മൾ സംതൃപ്തരായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ വ്യതിചലിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അടിസ്ഥാനപരമായ കാര്യം എന്താണെന്നുള്ള കാര്യം അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു എന്നുള്ള ആ വ്യക്തിയാണ്. യേശുവിനോടുള്ള ബന്ധത്തിലും യേശു ക്രിസ്തുള്ള വ്യക്തിയിലുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ആണെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് അടിസ്ഥാനത്തിലല്ലാത്ത എല്ലാ കാര്യങ്ങളും വ്യർത്ഥമായിട്ട് തീരാം, അല്ലെങ്കിൽ അതൊരു ചതിവായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയുന്നില്ലാണ്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലാണ് എല്ലാ സമ്പൂർണ്ണതയും വസിക്കുന്നത്. അവൻ സകല അധികാരമുള്ളവനാണ്, അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം എത്ര വലുതാണെന്നുള്ള കാര്യമാണ് അപ്പോസ്തലൻ അവരെ ഓർപ്പിക്കുന്നത്. ഈ 2 വാക്കുകൾ, ഫിലോസഫി എന്നുള്ള വാക്കും ഡയറ്റി എന്നുള്ള വാക്കും, വേദപുസ്തകത്തിൽ കാണുന്ന ഏക സ്ഥലം ഇതാണ്. ലോകത്തിലെ ആശയങ്ങളും തത്വശാസ്ത്രങ്ങളെല്ലാം എംറ്റിയാണ്. ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ട ദൈവത്തിന് അടിസ്ഥാനപ്പെട്ട എല്ലാം എംറ്റി ആണെന്നുള്ള കാര്യം ഓർക്കുന്നു. ഫിലോസഫി എന്നുള്ള വാക്ക് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം, ഈസ് ഡിവൈൻ, ഡയറ്റി, ആ വാക്ക് വളരെ യുണീക്കായുള്ള വാക്കാണ്. അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശു ക്രിസ്തു എന്ന വ്യക്തി, ആ വ്യക്തിയെ നാം മനസ്സിലാക്കി അവനോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം നാം അവിടെ പറയുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിലും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരുന്നു. യു ആർ കംപ്ലീറ്റ് ഇൻ ഹിം. അവനുമായിട്ടൊരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് ആവശ്യം. നാം മരിച്ചടക്കപ്പെട്ടു, അവനോട് സ്നാനപ്പെട്ടു, അവൻ്റെ കൂടെ നാം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഉയരത്തുള്ള ചിന്തിപ്പിൻ, അന്വേഷിപ്പിൻ, ചിന്തിപ്പിൻ എന്നുള്ള വാക്കുകളെല്ലാം പറയുന്നു. അതിന് മുമ്പുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അവനിൽ വേരൂന്നി ആത്മീയവർത്തന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചെന്ന ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു എന്ന് പറയുന്നു. അതിന് മുമ്പുള്ള വാക്യം, 8-ാം വാക്യത്തിന് മുമ്പുള്ള വാക്യം, അവനിൽ വേരൂന്നണം, റൂട്ടഡ് ഇൻ ഹിം, അവനിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നത്. അവനിൽ വേരൂന്നി, അവനിൽ ആത്മീയവർത്തന പ്രാപിച്ച് വളർന്നു വരണം എന്നുള്ള കാണുന്നു. റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ഹിം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശത്തിൽ നാം വളരണം എന്നുള്ളതാണ് ആ കാര്യം. ഒന്നാമത് ഉപദേശിച്ച് ഒത്തവണ്ണം എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ദൈവത്തിൽ ആശ്രയം എന്നുള്ള അർത്ഥത്തിലാണ്. ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ആണ്, അല്ലെ, ആദമിനും ഹവ്വയ്ക്കും പറ്റിയ കാര്യം ഇതാണ്. ദൈവത്തിൽ ആശ്രയം അവർക്ക് നഷ്ടപ്പെട്ടു. അവർ സ്വയത്തിൽ ആശ്രയിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദൈനംദിനം തോറുമുള്ള ഒരു ദൈവാശ്രയം, ദൈവവിശ്വാസവും നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ സബ്ജക്റ്റീവ് സൈഡാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് സൈഡുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ആ വാക്യത്തിൽ പറയുന്നുണ്ട് 7, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊപ്പമാണ്. ദ ടീച്ചിങ്സ്, ദ ഡോക്ട്രിൻസ് അബൌട്ട് ക്രൈസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, യേശുക്രിസ്തു ദൈവത്തെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, യേശുക്രിസ്തു മനുഷ്യൻ ദൈവം എങ്ങനെ ഒന്നായിട്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ഉപദേശം, തൃത്വത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, ഇതിലെല്ലാം നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. അതിൽ വളർച്ചയിൽ ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ വളർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾ. പല കാര്യങ്ങളും നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പല കാര്യങ്ങളും മറന്നു പോയിരിക്കുന്നു. അടിസ്ഥാന സത്യങ്ങളിൽ നാം വളർന്ന് വരിക എന്നുള്ള നമ്മുടെ വിശ്വാസത്തിൽ വളരുക എന്നുള്ള ഒരു കാര്യം എന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ പലപ്പോഴും ഈ ഉപദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനിക്കാൻ നമ്മുടെ സമയം ഏകദേശമായി. ഇന്ന് പാന്തീസം, അത് ഒരു വലിയ ഫിലോസഫിയാണ്, നമുക്ക് ചുറ്റുമുള്ളൊരു ഫിലോസഫിയാണ്. ദൈവം സകലത്തിലുമുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്, അത് നമ്മളെ സ്വാധീനിക്കാം. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്നുള്ള ആശയം പല ക്രിസ്തീയ സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട് ധാരാളമായിട്ട്.
സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, എന്നാൽ പല ക്രിസ്തീയ സഭകളെയും സ്വാധീനിച്ചിട്ടുള്ളൊരുകയാണ് ഹ്യൂമനിസ്റ്റിക് ഐഡിയാസ്, ഹ്യൂമനിസം. മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ആശയം. അത് മാൻ ഈസ് ദ മെഷർ, മാൻ ഈസ് അൾട്ടിമേറ്റ് ഗുഡ്. അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. സോഷ്യലിസം, നമുക്കറിയാം, സോഷ്യലിസം, ലിബറലിസം എല്ലാം സഭകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നാച്ചുറലിസം, കാണുന്ന പ്രപഞ്ചമാണ് വലുത്, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുക. പോസ്റ്റ് മോഡേണിസം, ഒബ്ജക്റ്റീവായിട്ടുള്ള സത്യങ്ങൾ ഈ ലോകത്തിലില്ല. അത് സഭകളെ അല്ലെങ്കിൽ വിശ്വാസികളെ ധാരാളമായിട്ടുള്ള സ്വാധീനത്തില്ല. സത്യം എന്ന് പറഞ്ഞാൽ റിലേറ്റീവാണ്. എനിക്ക് ശരിയെന്നുള്ള കാര്യം എനിക്ക് ചെയ്യാം, നിനക്ക് ശരിയെന്നുള്ള കാര്യം നീ ചെയ്യുക. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പലപ്പോഴും ആളുകൾ സഭകളിൽ അല്ലെങ്കിൽ കുടുംബത്തിലും പെരുമാറുന്നത്. ഇതെൻ്റെ ശരി, ഇത് നിൻ്റെ ശരി, നമുക്കങ്ങനെ പോവാം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. റിലേറ്റീവിസം, പോസ്റ്റ് മോഡേണിസം, നാച്ചുറലിസം, സോഷ്യലിസം, ഹ്യൂമനിസം, ഇതെല്ലാം സഭകളിലേക്ക് അതിൻ്റെ ഇൻട്രോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, ചില ലീഗലിസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് അത് ചെയ്യുക, ഇത് ചെയ്യുക, ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അസറ്റിസം, ഇങ്ങനെയുള്ള പല ആശയങ്ങളും നമ്മളിലേക്ക് കടന്നു കയറാനുള്ള ധാരാളം സാധ്യതയുണ്ട്. ലോകത്ത് അതിൻ്റേതായ ട്രഡീഷൻസ് ഉള്ളതുപോലെ തന്നെ വിശ്വാസികൾക്ക് അവരുടേതായ ട്രഡീഷൻസ് ഉണ്ട്. സ്പിരിച്വൽ ട്രഡീഷൻസ് തന്നെയാണ് സ്പിരിച്വൽ ഫിലോസഫീസ് ആയിട്ട് പലപ്പോഴും മാറുന്നത്, സ്പിരിച്വൽ ഡോക്ട്രിൻസ് ആയിട്ട് പലപ്പോഴും മാറുന്നത്. അത് നാം മറക്കരുത്. ഓക്കെ, അടുത്ത സ്ലൈഡ് അതിനെക്കുറിച്ചുള്ളതാണ്. പാന്തീസം, ഹ്യൂമനിസം, സോഷ്യലിസം, ലിബറലിസം, നാച്ചുറലിസം, ഇതെല്ലാം നമ്മൾ സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് യേശുക്രിസ്തുവിനോട് കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർന്നുകൊണ്ട് ദൈവത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ക്രൈസ്റ്റ് പ്ലസ് സംതിങ്, അതിലൂടെ ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാനില്ല. ക്രൈസ്റ്റ് ഈസ് അൾട്ടിമേറ്റ് ബ്ലെസ്സിങ്. യേശുക്രിസ്തുവാണ് നമ്മുടെ ആത്യന്തികമായുള്ള അനുഗ്രഹങ്ങളും നന്മയും നമ്മുടെ ജീവിതത്തിൽ. അത് നാം മനസ്സിലാക്കി ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ച് ക്രിസ്തുവിനോട് ഐഡന്റിറ്റി ഉള്ളവരായിട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മുമ്പോട്ട് പോകാം. ഓക്കെ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനായിട്ട്, അസിമിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്? 2 കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ യേശുക്രിസ്തുവോടുള്ള ഐഡന്റിറ്റിയിൽ വളരുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോയിങ് ദ ട്രൂത്ത് ആൻഡ് ഗ്രോയിങ് ഇൻ ദ ട്രൂത്ത്. സത്യത്തിൽ വളരുക, സത്യത്തിൽ നാം വളരേണ്ടിയിരിക്കുക എന്നുള്ള കാര്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ പല വാക്യങ്ങൾ വായിക്കാനാണെങ്കിൽ നമ്മുടെ സമയം ചുരുക്കിക്കൊണ്ട് 4:8 മാത്രം ഞാൻ വായിക്കുകയാണ്. അവിടെ 2 വാക്കുകളും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പറയാണ്. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായ ഒക്കെയും, ഘനമായ ഒക്കെയും, നീതിയായ ഒക്കെയും, നിർമ്മലമായ ഒക്കെയും, രമ്യമായ ഒക്കെയും, സൽകീർത്തിയാതൊക്കെയും, സൽഗുണമോ പൂർച്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവി എന്ന് പറയുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വാട്ട് എവർ ഈസ് ട്രൂ, എന്നിട്ട് പറയാണ് തിങ്ക് അബൌട്ട് ദീസ് തിങ്സ് എന്ന് പറയും. സത്യമായുള്ള കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ, വിശുദ്ധമായ കാര്യങ്ങൾ, നിർമ്മലമായ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നു. നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് അത് കടന്നു കളയേണ്ടിയിരിക്കുന്നു. ഉപദേശങ്ങളും ആശയങ്ങളും അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഉപദേശങ്ങളും സത്യങ്ങളും അതിലെ ആശയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറേണ്ടിയിരിക്കുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ലേ, ചിന്തിച്ചു കൊള്ളൂ എന്ന് പറയുന്നു. അത് തന്നെയല്ല, അതിൻ്റെ ഉടനെ തന്നെ അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് തീരണം. പ്രാക്ടീസ് ദിസ് തിങ്സ് എന്ന് പറയുന്നു. ഇത് 2 ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്, ഒരുമിച്ച് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണ്? സത്യത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കറിയാം, ചില സത്യങ്ങൾ നമുക്കറിയാം, അതിൽ കൂടെ നമ്മുടെ ചില ആശയങ്ങൾ കൂട്ടി ചേർക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യുന്നത്. ഗോഡ്സ് വേർഡ്, ലിറ്റിൽ ഫ്രം ദെയർ ആൻഡ് ലിറ്റിൽ ഫ്രം ദ വേൾഡ്. ഇത് 2 കൂടെ ഒരുമിച്ച് ചേർന്ന് ആണ് പലപ്പോഴും നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ പലപ്പോഴും ഒരു പ്രശ്നം എന്നുള്ളതാണ്. അത് വളരെ അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. നല്ല ട്രഡീഷൻസ് നമുക്ക് വരട്ടെ. ബൈബിൾ ധാരാളം നല്ല ട്രഡീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ആ ചട്ടങ്ങൾ നിങ്ങൾ പ്രമാണിപ്പിക്കാനായിട്ട് പറയുന്നു, അല്ലേ? സഭായോഗങ്ങൾ, സഭാജീവിതങ്ങൾ, സുശേഷവേല, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം നല്ല ചില ചിട്ടകളാണ്. ആ ചിട്ടകളെല്ലാം നമ്മൾ പോകണം. ഞായറാഴ്ച മാത്രമല്ല, മറ്റു ദിവസങ്ങളിൽ കൂട്ടായ്മയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കണം. പണ്ടാരോണ്ട് ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്.
ഒരു നല്ല സഭയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്ര വേഗം പോകാന്നുള്ളതല്ല, മീറ്റിംഗ് കഴിഞ്ഞ് എത്ര സമയം അവിടെ നിൽക്കുക എന്നുള്ളതാണ്. കൂട്ടായ്മ, പങ്കുവയ്ക്കുക, ഒരുമിച്ച് ചിന്തിക്കുക, സംസാരിക്കുക എന്നുള്ള എത്രയോ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നല്ല ഡിസിപ്ലിൻസ് നമുക്ക് ആവശ്യമാണ്. ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിതത്തിൽ ദുഃഖകരവും അല്ലെങ്കിൽ വേദനാജനകമായ അനേക സംഭവങ്ങളുണ്ടാകും. അത് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഹൃദയത്തെ സോഫ്റ്റ് ആക്കാനും ദൈവസ്വഭാവത്തിന് അനുരൂപരാക്കാനും നമ്മൾ ശ്രമിക്കണം. അതിന് മനഃപൂർവ്വമായ ശ്രമം നടന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മളത് ഹാർഡാകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ജീവിതത്തിലെ അനുഭവങ്ങളെ നമ്മുടെ ഹൃദയത്തെ ദൈവസ്വഭാവത്തിന് അനുരൂപരാക്കാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ടുള്ളൊരു ശ്രമവും നടത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് നല്ലൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമാണ്. പരസ്പരമുള്ള അക്കൗണ്ടബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പാപത്തിൽ വീഴാതെ, തിന്മ നമ്മുടെ ജീവിതത്തിൽ വരാതെ, പണത്തിൻ്റെ കാര്യങ്ങളിലും കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു അക്കൗണ്ടബിലിറ്റി നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതൊരു നല്ല പ്രമാണമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എല്ലാം നമ്മുടെ മാനസികവും ആത്മീയമായുള്ള വളർച്ചയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീറ്റിങ്ങുകൾക്ക് പോവുക, നല്ല മെസ്സേജുകൾ കേൾക്കുക, പരസ്പരം കാണുക, നന്നായിട്ട് പഠിപ്പിക്കുന്നവരെ എടുത്ത് പോവുക. പണ്ട് ഞാൻ ഓർക്കുന്നു, സമയം കഴിഞ്ഞെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ സംഗ്രഹത്തിലേക്ക് വരാം. പണ്ട് IIT ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസർ ഇന്ദിരേശൻ എന്നാണ് അദ്ദേഹത്തിന്. ആദ്യത്തെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ചിന്തയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ നിങ്ങൾ വലിയൊരു ബ്രില്യൻ്റ് ഒന്നും ആകേണ്ട കാര്യമില്ല. നല്ല ബ്രില്യൻ്റായ ചില ആളുടെ കൂടെ നടക്കുക, നിങ്ങൾ ഒരു വലിയ ബുദ്ധിമാനായിട്ട് തീരുമെന്ന് പറഞ്ഞു. ആ ഒരു ചെറിയ ഉപദേശം ഒരു വലിയ ഉപദേശമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു ആത്മീയ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, നല്ലൊരു ആത്മീയനായ ഒരാളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുക, അദ്ദേഹത്തോട് സംസാരിക്കുക, അദ്ദേഹമായിട്ട് നിങ്ങളുടെ ഹൃദയം പകരിക്കുക, നിങ്ങളൊരു നല്ല ആത്മീയനായ ഒരു മനുഷ്യനായിട്ട് തീരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു അക്കൗണ്ടബിൾ റിലേഷൻഷിപ്പ് നാം വളർത്തിയെടുക്കുക. അതാണ് ഈ ദൈവകേന്ദ്രീകൃതമായ ലോകവീക്ഷണം അല്ലെങ്കിൽ ഒരു ബിബ്ലിക്കൽ വേൾഡ് വ്യൂ നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയുന്ന ചില കാര്യങ്ങൾ. ചില പ്രായോഗികമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പോകാം. രണ്ടാമതായി പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ലോകത്തെക്കുറിച്ച് നമുക്കൊരു വീക്ഷണം ഉണ്ടാകണം എന്നുള്ളതാണ്. നാം നമ്മുടെ വിശ്വാസത്തിൽ വളരുക എന്നല്ല, ദൈവസത്യങ്ങളിൽ വളരുക എന്ന് മാത്രമല്ല, ദൈവസത്യങ്ങളെ പ്രഘോഷിക്കുന്നവരാകണം എന്നുള്ളത് സത്യമാണ്. ബൈബിളിൽ പറയുന്ന യെശയ്യാവിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യം. യെശയ്യാവ് ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ആ മഹത്വം കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലെ വികൃതമായ കാര്യങ്ങളെ താൻ കാണുകയും ചെയ്യുന്നു. താൻ അത്ര മ്ലേച്ഛനാണെന്നുള്ള കാര്യം മനസ്സിലായി. ഓ അൺ ടു മീ ഐ എം റൂഡ്, ഞാനോ അരിഷ്ട മനുഷ്യൻ എന്ന് താൻ കരഞ്ഞു. അപ്പോസ്തലനായ പൗലോസും അങ്ങനെ തന്നെ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് താൻ ദൈവശബ്ദം കേൾക്കുകയും, താൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും, ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ള ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതാ ഞാൻ, എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. ഈ സത്യം പ്രഘോഷിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ ഒരു ലോകവീക്ഷണമായിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ, ഈ തത്വജ്ഞാനം നിങ്ങൾ തെറ്റിച്ച് കളയാൻ നിങ്ങൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് കൊള്ളുക ചേർന്ന് നടക്കേണ്ടിയിരിക്കുന്നു, അവനിൽ നടപ്പിന്ന് പറഞ്ഞു. എന്നാൽ അതിന് തൊട്ടു മുമ്പേ താൻ പറഞ്ഞൊരു കാര്യമാണ്, എന്താണ്? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകലജാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിപ്പിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറയുന്നു. ഏത് മനുഷ്യനെ അറിയിക്കുന്നതിന്, അല്ലേ? ഏത് മനുഷ്യനെയും യേശുക്രിസ്തുവിൽ തികഞ്ഞനായിട്ട് തന്നെ അവനെ അറിയിക്കണം എന്നുള്ളത് ഒരു വലിയ ലോകദൗത്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അത് നമ്മുടെ ഒരു ലോകവീക്ഷണമാണ്. അതിൽ നാം വളരേണ്ടിയിരിക്കുന്നു. രണ്ട് കാര്യത്തിൽ വളരുക എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ച കാര്യം. ഒന്ന്, സത്യത്തിൽ വളരുക എന്നുള്ളതാണ്. സത്യത്തിൽ നടക്കുക, സത്യം അറിയുന്നതിൽ വളരുക എന്നുള്ളതാണ്. പിന്നെ സത്യം പ്രഘോഷിക്കുന്നതിൽ വളരുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞത്? കൊലോസ്യ സഭയിൽ ഹ്യൂമൻ ഫിലോസഫീസ് ഹാസ് മേഡ് ഇറ്റ്സ് ഇൻറോഡ്സ്. അതങ്ങോട്ട് തുളച്ചു കയറി നമ്മുടെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ വീക്ഷണങ്ങൾ തുളച്ചു കയറാനായിട്ട് എല്ലാ സാധ്യതയുണ്ട്. അത് കയറാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നാം അടക്കേണ്ടിയിരിക്കുന്നു. നല്ല വഴി എന്താണ്? യേശുക്രിസ്തു, സകല സത്യത്തിൻ്റെയും സമ്പൂർണ്ണതയായ യേശുക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ ഹൃദയവും ജീവിതവും നിറയ്ക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് അല്ലേ? ഫോർ മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്.
ക്രിസ്തുവിനായിട്ട് ജീവിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാകുന്നു. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നാം പറഞ്ഞത് ക്രിസ്തു പ്രഘോഷിക്കുക എന്നുള്ളതാണ്. വാക്ക് ഇൻ ഫെയ്ത്ത് ആൻഡ് പ്രീച്ച് ദ ഫെയ്ത്ത്. ഈ രണ്ട് കാര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വളരെ ലളിതമായി, വളരെ മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ് അവതരിപ്പിച്ച രാജു അബ്രഹാം സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മൾ ലോകവീക്ഷണം എങ്ങനെ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ലോകവീക്ഷണം എങ്ങനെ നമുക്കുണ്ടായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ദൈവവചനത്തില് പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന പല ചിന്താഗതികളും നമ്മളുടെ ജീവിതത്തിൽ കടന്നു കയറുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായി തീരുകയും ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ എവിടേക്കാണ് നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും എടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആ തീരുമാനം നമ്മൾ എന്തുകൊണ്ട് എടുത്തു എന്ന് നമ്മൾ എഴുതുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരുപക്ഷെ മറ്റുള്ളവർ എന്ത് പറയാം എന്ന് ചിന്തിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എങ്ങനെ ഞാൻ കാണപ്പെടും എന്ന് ചിന്തിച്ചിട്ടാണ് എന്നൊക്കെ നമുക്ക് പല കാരണങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഓരോ തീരുമാനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ലോകത്തിൻ്റെ ലോകവീക്ഷണം എങ്ങനെ നമ്മെ പല രീതിയിൽ സ്വാധീനിക്കുന്നു. നമ്മളുടെ തീരുമാനം കർത്താവ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ കർത്താവിനോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ലോകവീക്ഷണം ഉള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമുക്ക് ഈ രീതിയിൽ വിശകലനം ചെയ്യുവാനായിട്ട് സാധിക്കും.